ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സാ കിച്ചൺ. ഇന്നത്തെ എൻ്റെ റെസിപ്പി ആട്ടിൻ സൂപ്പാണ്. ഈ മഴക്കാലത്ത് ഒരു ചൂട് സൂപ്പൊക്കെ കുടിക്കുന്നത് നല്ലതാണ്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ഓളുന്ന ബെല്ലൈക്കണില്ലേ, അതുകൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ആട്ടിൻകാലാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ മഞ്ഞപ്പൊടിയും വിനാഗിരിയും ചേർത്ത വെള്ളത്തിൽ ഒരു 15 മിനിറ്റോളം ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് വാഷ് ചെയ്തെടുത്തതാണ്. ഇനി സൂപ്പിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് ചേർക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 6 ചെറിയ ഉള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ഇഞ്ച് വലിപ്പമുള്ള ഇഞ്ചി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 10 അല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അയമോദകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു കഷ്ണം കറുവാപ്പട്ട, ഒരു ബേ ലീഫ്, 2 കറുത്ത ഏലക്ക. കറുത്ത ഏലക്ക ഇല്ലാന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. 3 ഏലക്ക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചതച്ച കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടിയല്ല, ഫൈനായിട്ടുള്ള പൊടിയല്ല, ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് ശേഷം ഞാൻ ഇതിലേക്ക് 1 ലിറ്റർ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു വലിയ കഷ്ണം ചുക്ക എടുത്തിട്ടുണ്ട്, അതൊന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4 ഗ്രാമ്പു ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് പ്രഷർ കുക്കർ അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കാൻ വെക്കാം. ആദ്യത്തെ വിസിൽ വരുന്നത് വരെ ഫുൾ ഫ്ലെയിമിലും, ആദ്യത്തെ വിസിൽ വന്നതിന് ശേഷം നമുക്ക് പിന്നീട് ലോ ഫ്ലെയിമിലിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ടോട്ടൽ 12 വിസിലായിട്ടുണ്ട്. ഇതിൻ്റെ പ്രഷർ മുഴുവനും പോയതിന് ശേഷം നമുക്ക് മൂടി തുറക്കാം. ഇനി ഇതിലേക്കൊന്ന് താളിച്ച് ചേർക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് ചൂടായി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു 3 വെളുത്തുള്ളി ചെറുതാക്കി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളിക്ക് പകരം ചെറിയുള്ളി ചേർത്ത് കൊടുത്താലും മതിയാവും. ഞാനിപ്പോൾ ഇവിടെ വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് വെളുത്തുള്ളിയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആകുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിന് ശേഷം നമുക്കിത് സൂപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടെല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഞാനൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് നാരങ്ങാനീരും ഒരൽപ്പം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നാരങ്ങാനീര് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മട്ടൺ സൂപ്പ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒന്നാണ് മട്ടൺ സൂപ്പ് എന്ന് പറയുന്നത്. ഈ തണുപ്പ് സമയത്ത് ഇതുപോലുള്ള സൂപ്പൊക്കെ കുടിക്കുന്നത് നല്ലതാണ്. അപ്പോൾ സൂപ്പിൻ്റെ കഷ്ണങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻസിലൂടെ ഒന്ന് അറിയിച്ചേക്കണേ. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എന്നാൽ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ടിൽ ദെൻ ബൈ.